ദൃശ്യം 3-യും വാഴ 2-വും തമ്മിൽ ക്ലാഷ് വരാൻ പോകണം. അത് ഏപ്രിൽ 2-ാം തീയതി 2 സിനിമയും ഒരേ ടൈമിലാണ് റിലീസ് ആകുന്നത്. ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു സിനിമയാണ് മോഹൻലാലിൻ്റെ. അതും ഒരു കുടുംബ പ്രേക്ഷകരൊക്കെ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നൊരു സിനിമ തന്നെയാണ് ദൃശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഹിറ്റായിരുന്നു. പിന്നെ സെക്കൻഡ് പാർട്ടാണെങ്കിൽ നമുക്ക് OTT റിലീസാണ് വന്നത്. എങ്കിലും നല്ല രീതിക്ക് തന്നെ OTT റിലീസ് ഇറങ്ങിയതുകൊണ്ട് ഈ ഒരു പടം റീച്ച് ആയിട്ടുണ്ട് എല്ലാവരിലേക്കും. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിനാണുള്ള പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു പ്രതീക്ഷയാണ് തേർഡ് പാർട്ടിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഴ 2 നോക്കുകയാണെങ്കിലും ഫസ്റ്റ് പാർട്ടാണെങ്കിലും നല്ലൊരു ഹിറ്റായിരുന്നു. മലയാളത്തിലെ തന്നെ ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകൾ ലിസ്റ്റിലുള്ളൊരു പടം തന്നെയായിരുന്നു വാഴ എന്ന് പറഞ്ഞ ഫസ്റ്റ്. എന്തായാലും ആ ഒരു സിനിമയുടെ ഒരു വൈബും കാര്യങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരെയൊക്കെ കണക്ട് ചെയ്യുന്ന രീതിക്കത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ആണെങ്കിലും പേഴ്സണലായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച സമയവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഓർമ്മ വരുന്ന സൈസിലെ പിള്ളേരുടെ അന്നേരത്തെ എന്താണോ മൈൻഡിൽ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ പിള്ളേരുടെ സ്വഭാവം എന്താണോ എന്നുള്ളൊരു കാര്യം കാണിച്ചു തന്നൊരു പടമായിരുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടും ആ ഒരു രീതിക്ക് തന്നെ അവർക്ക് എടുക്കാൻ സാധിക്കണം. ഉറപ്പായിട്ടും ദൃശ്യം 3 കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും വാഴയ്ക്ക് കിട്ടേണ്ട ആ ഒരു സപ്പോർട്ട് എന്തായാലും കിട്ടുക തന്നെ ചെയ്യും. 2 സിനിമയും നല്ല രീതിക്ക് തന്നെ വരട്ടെ. അല്ലാതെ ഇപ്പം ദൃശ്യം 3 കാരണം വാഴ 2-നൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിന് ആൾക്കാർ കയറാതിരിക്കുകയോ അങ്ങനെയൊന്നും സംഭവിക്കാതെ 2 സിനിമകളും അടിപൊളിയായിട്ട് വരട്ടെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. എങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ആരുടെ സിനിമ കാണാനാണ്? നിങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഏത് പടത്തിനായിരിക്കും ഇതിന് പോകുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.